ഹായ് ഹലോ, ഇറ്റ്സ് മീ രഞ്ജുട്ടി. സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഹെയർ കെയർ ആണ്. അപ്പോൾ കാര്യം പറഞ്ഞാൽ ഞാൻ കുളിച്ചിട്ടൊന്നുമില്ല കേട്ടോ. നല്ലോണം ഇനി വൃത്തിയായിട്ട് കുളിക്കണം. ഒരു ഊള കോലത്തിലാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് കേട്ടോ. വേറെ ഒന്നുമല്ല, നല്ലോണം ഡാൻഡ്രഫ് ഉണ്ട് കേട്ടോ തലയിൽ. കുറേ ഞാൻ അത്യാവശ്യം നല്ലോണം എണ്ണ ഇടുന്ന അല്ലെങ്കിൽ നല്ലോണം ഹെയർ കെയർ ചെയ്യുന്ന ഒരാളായിരുന്നു കേട്ടോ കുറച്ച് കാലം വരെ. പിന്നെ സ്കൂളിൽ പോകല് തുടങ്ങിയതിന് ശേഷം എനിക്ക് അത്യാവശ്യം ടൈമൊന്നും കിട്ടില്ല. സെക്കൻഡ് സാറ്റർഡേയും സൺഡേയും മാത്രമേ ഹോളിഡേ ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അന്ന് തന്നെ വീട്ടിൽ ഒരുപാട് പണികളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ വല്ലാണ്ടൊന്നും ഹെയർ ശ്രദ്ധിക്കാൻ കഴിയാറില്ല. അപ്പോൾ ഇപ്പോൾ കുറേ ആയൊന്ന് ഹെയർ നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചിട്ട് അതുകൊണ്ട് തന്നെ ഡാൻഡ്രഫ് നല്ലോണം ഉണ്ട് കേട്ടോ. അതായത് സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് എന്താ പറയുക, ചൊറിയുന്ന സമയത്ത് നമ്മുടെ നഖത്തിൻ്റെ ഇടയിലൊക്കെ വെള്ള പൊടികളാണ്. അപ്പോൾ ഏറ്റവും നല്ലൊരു ഹെയർ മാസ്ക് ഉണ്ട് നമുക്ക്. ഏറ്റവും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വേണ്ട സാധനങ്ങൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ആര്യവേപ്പിൻ്റെ ഇല, അതുപോലെ ഉണക്ക നെല്ലിക്കയുടെ പൊടിയോ അല്ലെങ്കിൽ പച്ച നെല്ലിക്കയോ ഏതാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ തൈര് ഒഴിക്കാം. തൈരും കറിവേപ്പിൻ്റെ ഇലയും കൂടിയാണ് ഇതിന് വേണ്ടത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതുപോലെ അപ്ലൈ ചെയ്യുന്നതും ഞാൻ കാണിച്ചു തരാം. നമുക്ക് ആക്ച്വലി ഈ സാധനം തേക്കുന്നതിന് മുന്നേ നമ്മൾ എണ്ണ ഇട്ടൊന്ന് സെറ്റാക്കണം. ഓൾറെഡി ഞാൻ എൻ്റെ ഹെയർ എണ്ണയിട്ട് കെട്ടക്കറുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. വലിയ മുടിയൊന്നുമില്ല, കാരണം വെട്ടി കൊളാക്കി ഇത്ര കൊണാത്യശമാണ് കേട്ടോ. ഇത്ര ഞാൻ ഷോർട്ടാക്കി ഹെയർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനവിടെ പിക്ചർ കൊടുക്കുക. ഇത്രയും ഷോർട്ടാക്കിയിട്ട് ഹെയർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പെട്ടെന്ന് തന്നെ ഹെയർ വന്നിട്ടുണ്ട്. പക്ഷേ ഉള്ളു കുറേ പോയിട്ടോ. അപ്പം ഇനി നമുക്ക് നേരെ ഹെയർ കെയറിലേക്ക് കിടക്കാം. നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ആര്യവേപ്പിൻ്റെയും അതുപോലെ കരിവേപ്പിൻ്റെയും ഇലയാണ് കേട്ടോ. അത് നന്നായിട്ട് കഴുകി ചളി കഴിഞ്ഞ് വെച്ചിട്ടുള്ളതാണ്. അതുപോലെ ഞാൻ പറഞ്ഞിട്ടുള്ള ഉണക്ക നെല്ലിക്ക തലേന്ന് വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ. നല്ല സ്ട്രോങ് ആയിരുന്നു, അതുകൊണ്ട് വെള്ളത്തിലിട്ട് വെച്ചാണ്. ഈ വെള്ളവും നെല്ലിക്കയും നമ്മൾ കളയുന്നില്ല, നെല്ലിക്കേൻ്റെ കുരു മാത്രമേ കളയുന്നുള്ളൂ കേട്ടോ. ഇത് മൊത്തം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അടിക്കുന്നത്. അങ്ങനെ നമ്മളിത് അരച്ചു ഗൈസ്. ദിസ് ഈസ് ദ സാധനം. ഈ നെല്ലിക്ക ഉണക്ക നെല്ലിക്ക ഉള്ളതുകൊണ്ടാണ് കേട്ടോ കളറൊന്നും ഇങ്ങനെയായിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ ഹെയർ മാസ്ക് അല്ലെങ്കിൽ ഹെയർ പാക്ക് ഇത് ഇവിടെ നിന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് സാധനത്തിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് വേറെ വല്ലതും പോലെയൊക്കെ തോന്നുന്നുണ്ടാവും. അപ്പം ഇനി നമ്മൾ നല്ലോണം ഹെയർ, ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ, ഹെയർ ഓൾറെഡി നമ്മൾ എണ്ണ തേച്ച് നന്നായിട്ട് കട്ടർത്തു. ഇനി നമുക്കിത് ഓരോ വഴവെടുത്ത് ഓരോ സ്ഥലത്ത് തേക്കാം കേട്ടോ. ആക്ച്വലി നല്ലോണം ഡാൻഡ്രഫ് നിങ്ങളുടെ തലയിലുണ്ടെങ്കിൽ ഈ മുതൽ തലയിൽ തേക്കുമ്പോൾ ചൊറിഞ്ഞിട്ടൊരു രക്ഷ ഉണ്ടാവില്ല. കാരണം നല്ലോണം ഓൾറെഡി നമ്മൾ അരിവേപ്പും അതുപോലെ നെല്ലിക്കയാണ് ചേർക്കുന്നത്. ആ ഒരു നെല്ലിക്ക ഓൾറെഡി പുളിപ്പുള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ സാധനം നമ്മുടെ സ്കാൽപ്പിൽ തട്ടുമ്പോൾ നല്ലോണം നമുക്ക് ഇച്ചിനെസ് വരുന്നതാണ് എനിക്കുണ്ടായിട്ടുള്ളത് ഒരുപാട് തവണ കേട്ടോ. അപ്പം നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഈ സാധനം ധൈര്യമായിട്ട് തലയിൽ തേക്കാം കേട്ടോ. കാരണം വേണ്ടാത്തൊരു മുതലോ അല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് യൂസ് ചെയ്യുന്ന ഒരു സാധനവും ഇതിലില്ല. നാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ഈശ്വര, എൻ്റെ നിലം. എനിക്ക് പുറത്തുനിന്ന് എടുക്കുമ്പോൾ ഒരു സുഖം കിട്ടില്ല. കാരണം പുറത്തുനിന്ന് ഈ സാധനം ട്രൈപോഡ് റിംഗ് ലൈറ്റ് ഉള്ളിലുള്ളതുകൊണ്ട് ഉള്ളിൽ സെറ്റ് ചെയ്ത് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് എടുക്കുന്നത് കേട്ടോ. പുറത്തുനിന്നായിരുന്നു നല്ലത്. കാരണം ഇല്ലെങ്കിൽ സാധനം തേക്കുന്നതൊക്കെ നേരത്തേക്കാണ് വീഴുന്നത്. പക്ഷെ ഞാൻ തുടച്ചിട്ടില്ല, അതുകൊണ്ട് രക്ഷപ്പെട്ടു. നമുക്കിത് ആദ്യം നമ്മുടെ പശു അപ്പിട്ട് വെച്ച നിലത്തിൻ്റെ മാതിരിയുണ്ട്. നല്ലോണം തലയോട്ടിയിൽ തേച്ച് പിടിപ്പിക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ടിപ്പിലേക്ക് നിർബന്ധമില്ല, വേണമെങ്കിൽ തേച്ചാൽ മതി കേട്ടോ. പെട്ടെന്ന് നീരിറക്കും കാര്യങ്ങളൊക്കെ വരുന്ന ആളുകളാണെങ്കിൽ നിങ്ങളിത് യൂസ് ചെയ്യാണ്ടിരിക്കുക, കാരണം പണി കിട്ടും. ഈ ഡാൻഡ്രഫിന് എഫക്റ്റീവായിട്ടുള്ള വേറൊരു മാസ്കാണ് നമ്മുടെ ഹെന്ന പാക്ക് എന്ന് പറയുന്നത് കേട്ടോ. ഞാൻ നിങ്ങളെ മൊത്തം തേക്കുന്നത് കാണിക്കുന്നില്ല. അപ്പം ഞാൻ ഫുള്ളൊന്ന് തേച്ച് സെറ്റായിട്ട് വരാം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ ബോറടിച്ച് ചാവും. അതിന് മാത്രമുള്ള കണ്ടൻറ്റൊന്നും ഇതിലില്ല. അപ്പോൾ ഞാൻ തേച്ച് പിടിപ്പിച്ചിട്ട് വേഗം വരാം കേട്ടോ. തലയിൽ മൊത്തം ഞാൻ തേച്ച് പിടിച്ചു.
തലയിൽ മൊത്തം ഞാൻ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. തലയിൽ മൊത്തം തേച്ച് പിടിപ്പിച്ചപ്പോൾ എൻ്റെ നിലത്തിൻ്റെ അവസ്ഥ നിങ്ങൾക്കൊന്ന് കാണണ്ടേ ഗൈസ്. ആരും ഒരിക്കലും ഒരു ഹെയർ പാക്കും വീട്ടിൻ്റെ അകത്തൊന്ന് ട്രൈ ചെയ്യരുത് കേട്ടോ. കാരണം എനിക്ക് പിടിച്ചു തരാൻ ആരുമില്ല, വെക്കാനൊരു സ്ഥലമില്ലാത്തതുകൊണ്ട് റിംഗ് ലൈറ്റിൻ്റെ അടി കറക്റ്റാക്കി വെച്ചതാണ്. കണ്ടു ഗൈസ് എൻ്റെ റൂമിൻ്റെ അവസ്ഥ. അയ്യോ, ഹെയർ സെറ്റായിട്ടുണ്ടെങ്കിൽ നമുക്ക് വേഗം പോയി കുളിച്ചിട്ട് വരാം കേട്ടോ. കുളിക്കുന്നതിന് മുന്നേ ഫേസിൽ ഞാൻ നമ്മുടെ ബാലു ഹെർബലിന് തന്നിട്ടുള്ള നമ്മുടെ കുങ്കുമാതി ഫേസ് ഓയിലൊന്ന് തേക്കുന്നുണ്ടേ. ഞാൻ ഇന്നൊന്നും യൂസ് ചെയ്യാറില്ല, എപ്പോഴെങ്കിലുമൊക്കെ ഫേസ് പറ്റ ഡ്രൈ ആയി തോന്നുന്ന സമയത്ത് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് കുളിക്കുന്നതിന് മുന്നേ ഇതും കൂടെ തേച്ചൊന്ന് ഫേസ് സെറ്റാക്കിയിട്ട് വേഗം കുളിച്ചിട്ട് വരാം കേട്ടോ. നമ്മൾ ബാലു ഹെർബലിൻ്റെ കുങ്കുമാതി ഓയിൽ നമ്മുടെ ഫേസിൽ തേച്ചു കേട്ടോ. അപ്പം നമുക്ക് വേഗം കുളിച്ചിട്ട് വരാം. കുളിക്കുന്ന സമയത്ത് നിങ്ങൾ ഷാമ്പൂ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മൈൽഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഷാമ്പൂ യൂസ് ചെയ്യുക. അത്രത്തോളം ഭയങ്കര ഹാർഡായിട്ടുള്ള ഷാമ്പൂ യൂസ് ചെയ്യാണ്ടിരിക്കുക. ഞാനിവിടെ യൂസ് ചെയ്യുന്ന ദീദിയുടെ ഷാമ്പൂ ആണ് കേട്ടോ. ദീദിയുടെ ഷാമ്പൂ കുറേയൊന്നും യൂസ് ചെയ്യുന്നില്ല, കുറച്ച് വെള്ളത്തിലെടുത്ത് ഡൈല്യൂട്ട് ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേഗം കുളിച്ചിട്ട് വരാം. അപ്പോൾ നമ്മളിതേ കുളിച്ച് വന്നു കേട്ടോ. നമ്മുടെ തലയിലിട്ടുണ്ടായിരുന്ന ഹെയർ പാക്ക് എന്നിട്ടുണ്ട് നമ്മൾ റിമൂവ് ചെയ്തു. അത്യാവശ്യം മുടി നല്ല എന്താ പറയുക, ഒരു വേറൊരു സ്മെല്ലാണ്, ഒരു ആയുർവേദത്തിൻ്റെ ഒക്കെ ഒരു സ്മെല്ലാണ്. കാരണം നമ്മുടെ ഉണക്ക നെല്ലിക്കയൊക്കെ ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീക്ക്ലി ഒരു ട്വൈസെങ്കിലും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ട് നിങ്ങൾക്ക് ഡാൻഡ്രഫ് കുറയും. ഒരു യൂസ് തന്നെ നമുക്ക് കുറയും, ഒറ്റയടിക്ക് കുറയുമെന്ന് ഞാൻ പറയുന്നില്ല, ഒരു യൂസ് തന്നെ നമുക്ക് ഡാൻഡ്രഫ് കുറയും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.